ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നു. കൊല്ലം തുയ്യം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് ചടങ്ങ് നടന്നു. തുയ്യം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ നടന്ന ഉയർത്തെഴുന്നേൽപ്പ് സിനിമയെ വെല്ലുന്ന സെറ്റൊരുക്കിയാണ് ചിത്രീകരിച്ചത്. പള്ളിയിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം കൃത്യം 12 മണിക്ക് തന്നെ യേശുദേവന്റെ ഉയർത്തെഴുന്നേൽപ്പ് ചടങ്ങുകൾ ആരംഭിച്ചു. ദേവാലയത്തിനുള്ളിൽ പ്രത്യേക ഭാഗത്ത് സജ്ജീകരിച്ച പാറക്കെട്ടുകൾ കൊണ്ട് നിർമ്മിച്ച ഗുഹയിൽ നിന്നും ഇടിമിന്നലോടുകൂടി ഗുഹ തുറന്ന് പുറത്തേക്ക് വരുന്ന യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ദൃശ്യമാണ് വിശ്വാസികൾക്ക് ഭക്തിക്കൊപ്പം കൗതുക കാഴ്ചയും ഒരുക്കിയത്. ഏകദേശം 1 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് പള്ളിയുമായി സഹകരിക്കുന്ന യുവാക്കൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദൃശ്യാവിഷ്കാരം ഒരുക്കിയത്. ഇടവക വികാരി ഫാദർ ലെജു ഐസക് പ്രാർത്ഥനകൾക്കും മറ്റ് ചടങ്ങുകൾക്കും നേതൃത്വം നൽകി. യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ഓർമ്മ കൊണ്ടാടുന്ന ദിനമാണ് ഈസ്റ്റർ. ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് ഈസ്റ്ററായി ആചരിക്കുന്നത്. തിന്മയുടെയും അസത്യത്തിൻ്റെയും ജയം താൽക്കാലികമാണെന്നും ഭൂരിപക്ഷത്തോടൊപ്പം വളഞ്ഞ വഴികൾ തേടാതെ കഷ്ടങ്ങൾ സഹിച്ചും സത്യത്തിനും വേണ്ടി നിലനിൽക്കണം എന്നുമാണ് ഈസ്റ്റർ നൽകുന്ന സന്ദേശങ്ങൾ. 51 ദിവസത്തെ നോമ്പാചരണത്തിൻ്റെ വിശുദ്ധിയുടെ ഈ ദിനത്തിൽ ദേവാലയങ്ങളിൽ ശുശ്രൂഷകൾ, ദിവ്യബലി, കുർബാന എന്നിവ നടന്നു. ഈസ്റ്ററിന് മുമ്പായി ക്രൈസ്തവ വിശ്വാസികൾക്ക് പ്രധാനമായും 2 ദിവസങ്ങളുണ്ട്: പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും. യേശുദേവൻ ശിഷ്യന്മാരോടൊപ്പം അന്ത്യത്താഴം കഴിച്ച് അവരുടെ കാലുകൾ കഴുകി വിനയത്തിൻ്റെ ഉദാത്ത മാതൃക കാണിച്ച പെസഹ വ്യാഴവും അതിനെ തുടർന്നുള്ള ദുഃഖവെള്ളിയും. ദുഃഖവെള്ളിയിൽ യേശുക്രിസ്തുവിൻ്റെ പീഡന സഹനത്തെയും കാൽവരിമലയിലെ കുരിശുമരണത്തെയുമാണ് വിശ്വാസികൾ അനുസ്മരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.